റെയിൽവേ പദ്ധതികളിലും കേരളത്തോട് അവഗണന. പുതിയ ട്രെയിനുകളും പാതകളുമില്ല. ശബരി റെയിൽപാത ഇത്തവണയും അവഗണിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് അശ്വിനി വൈഷ്ണവിൽ നിന്നും കേരളത്തോടുള്ള അവഗണന അറിയാനായത്? വീണ്ടും റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ റെയിൽവേക്ക് എന്തൊക്കെ നൽകി എന്നുള്ള ബന്ധപ്പെട്ടുകൊണ്ട് അശ്വിനി വൈഷ്ണവ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന് ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയോ ഈ റെയിൽവേ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ നീക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ അശ്വിനി വൈഷ്ണവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ജൈസ് ആകമാനം 100 അമൃത് ഭാരത് ട്രെയിനുകൾ, 200 വന്ദേ ഭാരത്, 1000 ഫ്ലൈ ഓവർ അണ്ടർപാസിംഗ്, 50 നമോ ഭാരത് ട്രെയിനുകൾ എല്ലാത്തിനെയും അനുമതി നൽകിയിട്ടുണ്ട് എന്നെല്ലാത്തിനെയും അദ്ദേഹം പറഞ്ഞു പോകുന്നു. ഏകദേശം 1.61 ലക്ഷം കോടി രൂപ റെയിൽവേ സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിനെതിരെ ഈ പദ്ധതി ഒന്നിനെയും കേരളത്തിന് പുതിയ വന്ദേ ഭാരത് ഇല്ല. എന്നാൽ കേരളത്തിൽ 2 വന്ദേ ഭാരത് ഓടുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രതികരണം കേരളത്തിൽ നിന്നും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴും ഈ 200 വന്ദേ ഭാരതിൽ ഒന്ന് പോലും കേരളത്തിലേക്ക് ഇല്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് നമുക്കറിയാം, 1997-98 സമയത്ത് അന്ന് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഈ ശബരി റെയിൽപാത എന്ന് പറയുന്നത്. അത് കേരളത്തിലെ ശേഷം ഒരു 3 പതിറ്റാണ്ടായിട്ടുള്ള ആവശ്യമാണ്. ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ത്രികക്ഷി കരാർ, അതായത് RBIയുമായി ചേർന്നുള്ള ഒരു ത്രികക്ഷി കരാർ സമർപ്പിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് ഈ കാര്യത്തിലൊരു അനുമതി നൽകൂ എന്നൊരു നിലപാട് കൂടി ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. നേരത്തെയും ഈ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കേരള സർക്കാർ എടുത്ത നിലപാട് അത് അത്തരത്തിലൊരു രീതിക്ക് മുന്നോട്ട് പോകണ്ട, കാരണം ഇതിൽ ഒരു സിംഗിൾ ലൈൻ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ഇതിന്റെ നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കും. ഈ തുക കടമെടുപ്പ് പരിധികളിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. പക്ഷേ ഇത് ഇപ്പോഴും കേന്ദ്രം അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഒരു പദ്ധതിയിൽ പോലും ഒരു പുതിയ പാത ഇട്ടിപ്പിക്കൽ പോലും കൃത്യമായി ഒരു കേരളത്തിന് തുക പോലും നീക്കിവെച്ചിട്ടില്ല എന്നുള്ള കാര്യം. വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലും കേരളത്തോട് കേന്ദ്രത്തിന്റെ അവഗണന, അതിന്റെ വിശദാംശങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.